CPM എന്ന പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാകാത്തത്. വലിയ മാറ്റമാണ് ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ആ പാർട്ടിയുടെ പുന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന, കമ്മ്യൂണിസത്തിന്റെ പുന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ അടുത്ത കാലത്തായി CPM പല കാര്യങ്ങളും ചെയ്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ, SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റി മുഖ്യമന്ത്രിക്കൊപ്പം സംഗമ വേദിയിൽ എത്തിക്കുന്നു. NSSുമായിട്ട് ചർച്ച നടത്തുന്നു. NSSന്റെ ആവശ്യങ്ങൾ തലകുലുക്കി സമ്മതിക്കുന്നു. ശബരിമലയിൽ ഇനി ഒരു തരത്തിലുള്ള ആചാരലംഘനവും നടത്തില്ലെന്ന് ഉറപ്പു നൽകുന്നു. സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും യുവതീ പ്രവേശനം ഇനി നടത്തില്ല എന്ന് CPM പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഒരു തവണ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചതിന്റെ പ്രായശ്ചിത്തവും പരിഹാരവും പശ്ചാത്താപവും ഒക്കെ കൂടെ ചേർത്താണ് പമ്പയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. തുടർന്ന് ദേവസ്വം ബോർഡ് കൊടുത്ത അയ്യപ്പ വിഗ്രഹം സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഏറ്റുവാങ്ങി. ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ. ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മണി രംഗത്ത് വന്നെങ്കിലും അതൊന്നും അനുവദിച്ചില്ല. പമ്പയുടെ ഏഴയലത്തെത്താൻ ബിന്ദു അമ്മണിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ CPM കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്ന് നേരെ ഇറങ്ങി അവർ വന്നത് SNDPയെയും NSSന്റെയും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് അവർ നേരെ വന്നത് കരുനാഗപ്പള്ളിയിലെ ആ കടലോര ഗ്രാമമായ വള്ളിക്കാവിലാണ്. അവിടെ മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ട് അമ്മയ്ക്ക് പുരസ്കാരം കൊടുക്കുന്നു. ഒരു കാലത്ത് കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് UN പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു പുരസ്കാരം ഒരു സംസ്ഥാന മന്ത്രി നേരിട്ട് വന്ന് കൊടുക്കുന്നു. അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. എന്താണ് സത്യത്തിൽ CPMന് സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വന്നത്. അവിടെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൽ യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തല യുവജനോത്സവം നടക്കുകയാണ്. ഇനി അത് ഉപജില്ല, ജില്ല, സംസ്ഥാന തലങ്ങളിലേക്ക് അത് പോകും. അപ്പോ ഈ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റിയുടെ ഭരണസമിതിയാണ് ഇപ്പോൾ സ്കൂൾ ഭരിക്കുന്നത്. അതായത് CPM നേരിട്ട് ഭരിക്കുന്നത് പോലെ തന്നെ അവിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം അരങ്ങേറിയത്. അവിടുത്തെ കുട്ടികൾ കോൽക്കളി കളിക്കാൻ വന്ന ഒരു സംഘം, അവിടെ കോൽക്കളി മത്സരം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതൊരു പരമ്പരാഗത മുസ്ലിം കലാരൂപമാണ്. മുസ്ലിം പരമ്പരാഗത വേഷം ധരിച്ച കുട്ടികൾ ഈ കോല് കൈകൊണ്ട് മുട്ടി, ഇങ്ങനെ കോലുകൾ തമ്മിൽ മുട്ടി ഒരു ഇത് നടത്തുക. അതിനൊരു പാട്ടൊക്കെ ഉണ്ടാവും. പ്രത്യേക താളത്തിൽ ചുവട് വെച്ച് ഒരു എന്താ പറയണ്ട, നമ്മുടെ ഈ കളരി പോലെയുള്ള മാർഷ്യൽ ആർട്സ്, ആയോധന കലകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ചുവടുകളൊക്കെ വരുന്നത്. ഏതാണ്ട് 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കലാരൂപമാണ് ഈ കോൽക്കളി എന്ന് വിദഗ്ധർ പറയുന്നു. ആ കോൽക്കളി നടന്നുകൊണ്ടിരിക്കെ പ്രിൻസിപ്പൽ തന്നെ നേരിട്ട് വന്ന് കർട്ടൻ ഇടിയിച്ച് ആ കോൽക്കളി നിർത്തിച്ചു. അതിന്റെ കാരണം, ഈ കുട്ടികൾ സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രം, ഈ മുണ്ടും അതുപോലെ തന്നെ ചെറിയൊരു ബനിയനും, കൈയില്ലാത്ത ബനിയനും, ചിലപ്പോൾ ചിലർ കൈയുള്ള ബനിയൻ ഇടും, അതാണ്. എന്നിട്ട് തലയിലൊരു കെട്ടും. ഇതൊക്കെയാണ് അതിന്റെ പരമ്പരാഗത വേഷം. അരയിൽ ബെൽറ്റ് ഒക്കെ ഉണ്ടാവും. ഒരു പരമ്പരാഗത മുസ്ലിം വേഷം. ഇക്കുറി വിദ്യാർത്ഥികൾ ഈ വെളുത്ത ബനിയന് പകരം ഒരു കറുത്ത ബനിയൻ, പാലസ്തീൻ വിമോചനം എന്നെഴുതിയ, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബനിയനാണ് ധരിച്ചിരുന്നത്. നമുക്കറിയാം, പാലസ്തീന് വേണ്ടി CPM ഒഴുക്കുന്ന കണ്ണുനീരിന് കയ്യും കണക്കുമില്ല. പക്ഷേ ഈ പ്രിൻസിപ്പൽ അവിടെ എത്തി വളരെ പെട്ടെന്ന് അത് തടഞ്ഞു. അതിന് പറഞ്ഞ കാരണം, ഈ യുവജനോത്സവത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചു. ശരിയാണ്,
എത്രയോ തവണ ഈ നിയമങ്ങൾ CPM തന്നെ തെറ്റിച്ചിരിക്കുന്നു. നോക്കൂ, പല സന്ദർഭങ്ങളിലും ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ട പലവിധ പ്രയോഗങ്ങളും യുവജനോത്സവങ്ങളിലടക്കം, അതുപോലെ നമ്മുടെ കോളേജുകളിൽ ഇറങ്ങുന്ന SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള കോളേജുകളിലെ ആർട്സ് ക്ലബ്ബ് ഭരിക്കുന്ന SFIക്കാർ ഇറക്കിയ മാഗസീനുകളിലെല്ലാം ഈ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഇന്ത്യയിലെ, ഭാരതത്തിലെ നേതാക്കളെ ഏറ്റവും വികൃതമായി ചിത്രീകരിക്കുകയും, എന്തിനു പറയുന്നു, സരസ്വതി ദേവിയെ അടക്കമുള്ളവരെ വികൃതമായി ചിത്രീകരിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈയടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ലേഖനങ്ങളും വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഇത്തരം മാഗസീനുകളിൽ, കോളേജ് മാഗസീനുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് SFI ആണ്. പിന്നെ എന്താണ് ഇത്രയും കാലം ഇതെല്ലാം തുടർന്ന് വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പോലും കഫിയ ധരിച്ചുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നേതാക്കളുടെ പോളിറ്റ് ബ്യൂറോക്കാരുടെ മുൻനിര നമ്മൾ കണ്ടതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ കൈയടിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്. അവിടെ KSUവും MSFും ഒക്കെ പ്രതിഷേധ മാർച്ചൊക്കെ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് ഭരിക്കുന്ന ഒരു ഭരണസമിതി ഭരിക്കുന്ന ഒരു സ്കൂളിലെ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. CPM വ്യക്തമായി ചുവട് മാറ്റുകയാണ്. അവർക്കറിയാം കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. BJP കേരളത്തിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 20% വോട്ട് എന്ന് പറയുന്നത് 25% കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മുൻ ദേശീയ അധ്യക്ഷൻ BJPയുടെ അമിത്ഷാ കേരളത്തിൽ വന്ന് പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP 25% വോട്ടിലേക്ക് എത്തും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഭരണം പോലും BJP പിടിച്ചേക്കും എന്ന് അദ്ദേഹം സൂചനയും നൽകി. CPM വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അവർക്കറിയാം, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ, പാലക്കാട് അടക്കമുള്ള മലബാർ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ BJPക്ക് വളർച്ചയുണ്ടായി. CPMന് തെല്ലൊന്നുമല്ല അത് അലോസരപ്പെടുത്തുന്നത്. CPMന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെയുള്ള വിറയലാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായത്. അതായത് കേരളത്തിലെ CPMന്റെ കൈവശം ഉണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ ചോർന്നിരിക്കുന്നു. അത് കോൺഗ്രസിലേക്കല്ല പോകുന്നത്. കോൺഗ്രസിലേക്ക് പോയിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായ ചുവടുമാറ്റമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരും എന്ന് CPMന് അറിയാം. പക്ഷെ അത് ഇക്കുറി പോയിരിക്കുന്നത് BJPയിലേക്കാണ്. അതിനി ഒരു കാലത്തും തിരിച്ചു വരില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് CPMന് തന്നെ അറിയാം. അതാണ് CPMനെ കൊണ്ട് ഈ ചുവട് മാറാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ ചുവടുമാറ്റം അതിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബനിയൻ ഇട്ട് കുട്ടികൾ കോൽക്കളി നടത്തിയാൽ തകർന്നു പോകുന്നതൊന്നും അല്ലല്ലോ യുവജനോത്സവത്തിലെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് അതിനെല്ലാം എതിരായി നിലപാടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് CPM മാറിയിരിക്കുന്നു. ഈ ചുവടുമാറ്റം അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വലിയ പരിക്കുകളില്ലാതെ ഭരണത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടുന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള സ്നേഹമോ അനുകമ്പയോ കാരുണ്യമോ ഒന്നുമല്ല, മറിച്ച് അധികാരം മാത്രമാണ് ലക്ഷ്യം. എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് CPMന്റെ നയം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും, എന്ത് സാഹസവും പ്രവർത്തിക്കും. അതാണ് നമ്മൾ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണം, ഇത്തരത്തിൽ എന്തിനാണ് ആ കോൽക്കളി നിർത്തിവെച്ചത് എന്ന് പാർട്ടി ജില്ലാ ഘടകമെങ്കിലും വിശദീകരിക്കേണ്ടതാണ്. എന്തായാലും ഈ വാർത്ത വളരെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് CPMന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടും ഇനി സശ്രദ്ധം വീക്ഷിക്കേണ്ടിയിരിക്കുന്നു.
പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.